വെൽക്കം ബാക്ക് ടു ഹോംസ് ഓൺലൈൻ. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ ആണ് ഇന്ന് ചെയ്യുന്നത്. 3 ബെഡ്റൂംസ് ആണ് മനോഹരമായിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ചെക്ക് ചെയ്യാം. എക്സ്റ്റീരിയർ വർക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള പോർച്ച് വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്ലാറ്റ് സ്റ്റൈലിലുള്ള ഹോം ഡിസൈൻ ആണ്. ലാൻഡ് യാർഡ് കോൺക്രീറ്റ് ബ്ലോക്സ് ഒക്കെ ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്പേസിൽ ഓപ്പൺ സ്റ്റൈലിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ചെയർസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ വളരെ മനോഹരമായിട്ട് ഫർണിഷ് ചെയ്തിട്ടുള്ള സിറ്റിംഗ് റൂം കാണാം. അതിമനോഹരമായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള വോൾ ഡെക്കേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം പ്ലാന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഇനി നമ്മൾ വിശാലമായിട്ടുള്ള ഹോൾ ഏരിയയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ആയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ടേബിൾ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയർസുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷിംഗ് ഏരിയ ബ്ലാക്ക് കളർ ബേസിൻ, മിറർ, സ്റ്റോറേജ് ക്യാബിനൊക്കെ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഫ്ലോറൽ വോൾട്ടൈൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. എല്ലാ അറേഞ്ച്മെന്റ്സും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂട്ട് ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിംഗ് ഡിസൈൻ അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളം ഹാങ്ങിങ് ബൾബ്സ് ഒക്കെ ഉപയോഗിച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ ഏരിയ വളരെ യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണുന്നതാണ് കോർട്ട്യാർഡ് ഏരിയ. ധാരാളം പ്ലാന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂംസ് ഒക്കെ ചെക്ക് ചെയ്യാണ്. 2 ബെഡ്റൂംസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതിൽ ഡബിൾ കോട്ട് ബെഡ്, വാർഡ്രോബ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാർജ് സൈസിലുള്ള ഗ്ലാസ് വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാർജ് സൈസിലുള്ള വാർഡ്രോബ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഡബിൾ കോട്ട് ബെഡ്, സ്റ്റഡി ടേബിൾ, വാർഡ്രോബ്, കർട്ടൻസ് എല്ലാം ഈ ഒരു ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LED ലൈറ്റ്സ് ആണ് സീലിംഗ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ലാർജ് സൈസിലുള്ള വാർഡ്രോബ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലും ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇനി നമ്മൾ കിച്ചൺ ചെക്ക് ചെയ്യാണ്. ഓപ്പൺ കിച്ചണാണ് ഈ ഒരു വീട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൺ വളരെ നീറ്റായിട്ടും ഭംഗിയായിട്ടുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാബിനറ്റ്സും വോൾട്ടൈലും ഒക്കെ വളരെ മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ വിശാലമായിട്ടുള്ള ഒരു മോഡേൺ കിച്ചണാണ്. പ്രീമിയം ക്വാളിറ്റിയിലുള്ള റാക്സും ടൈൽസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു സ്റ്റോർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെക്ക് ചെയ്യാണ്. അപ്പർ ഹോൾ ഏരിയ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് ഡൈനിങ് ഏരിയയുടെയും ഫാമിലി ലിവിംഗ് ഏരിയയുടെയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇതാണ് തേർഡ് ബെഡ്റൂം. വളരെ മനോഹരമായി നൈസായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഡബിൾ കോട്ട് ബെഡ്, വാർഡ്രോബ്, സ്റ്റഡി ടേബിൾ, ബാക്കി എല്ലാ സെറ്റിംഗ്സും മനോഹരമായി തന്നെ വളരെ നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഈ ഒരു വീടിന്റെ എല്ലാ ഏരിയയും നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്